കണ്ണൂരാണ് നമ്മളിപ്പോൾ ഉള്ളത്. കണ്ണൂരിൽ നിന്ന് നമ്മൾ പോകാൻ വന്നത് കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിനാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ നാളായി പറയുന്നുണ്ട് ഈ വണ്ടി ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളിന്ന് കണ്ണൂരിൽ നിന്നും യശ്വന്ത്പൂരിലേക്ക് പോവാണ്. നമ്മുടെ കണ്ണൂരുകാരുടെ ബാംഗ്ലൂർ വണ്ടികൾ 2 ഉണ്ട്. അതിൽ ഒരെണ്ണമായ നമ്മുടെ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിന് ഇവിടുന്ന് വൈകിട്ട് 6:05 വിടുന്ന വണ്ടിയാണ്. നമ്മുടെ കണ്ണൂരുകാരുടെ സ്വന്തം വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ മുത്തപ്പൻ്റെ നാടായ കണ്ണൂരിൽ നിന്നും നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോവാണ് കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിൽ. ഇവിടെ കണ്ണൂരിൽ നിന്നും പുറപ്പെടാൻ പോകുന്ന കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റിയാണ് കിടക്കുന്നത്. അപ്പോൾ അതിനൊരു ലാലാഗുഡയുടെ WP7 ആണ്. അതിൻ്റെ തൊട്ട് പുറകിൽ എറണാകുളം ഷെഡിൻ്റെ ഒരു WDG4D ലോക്കോയുണ്ട്. അപ്പോൾ ഈ WDG4D ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് ഈ ആടി കിടപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് എറണാകുളത്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പോൾ എറണാകുളത്ത് കൊണ്ടുപോകാൻ വേണ്ടി കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റിയുടെ പുറകിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതായത് ലോക്കോയുടെ പുറകിൽ. അപ്പോൾ ഇവർ മിക്കപ്പോഴും ഈ ചെയ്യുന്ന പരിപാടിയാണ്. അത് മംഗലാപുരത്ത് അല്ലെങ്കിൽ ഇവിടെ ഷണ്ടിങ് ചെയ്യുന്ന ലോക്കോ ഈ ഇൻ്റർസിറ്റിയുടെ കൂടെ ട്രാൻസിറ്റ് ആയിട്ട് കൊടുത്തുവിടും എറണാകുളത്തേക്ക്. എറണാകുളത്ത് ഡീസൽ ലോക്കോ ഷെഡ് ഉണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ ലോക്കോ ആണ്. അപ്പോൾ അത് വെറുതെ ഓടിച്ച് ഡീസൽ കത്തിക്കുന്നതിന് പകരം ഇതിൻ്റെ കൂടെ പറഞ്ഞു വിടും. അപ്പോൾ അത് കിടക്കുന്നതാണ് നമ്മുടെ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസിൻ്റെ റേക്ക്. അപ്പോൾ അവിടെ യാടി കിടക്കുകയാണ് വിത്ത് ലോക്കോ. അപ്പോൾ അതിനി 5 മണി കഴിഞ്ഞിട്ടേ ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 3 കൊണ്ടുവരത്തുള്ളൂ. കാരണം ഇവിടെ 3 മെയിൻ ലൈനാണ്. അപ്പോൾ വെരാവൽ എക്സ്പ്രസ് ഒക്കെ 5 മണിക്ക് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ട് മിക്കവാറും നമ്മുടെ കണ്ണൂർ യശ്വന്ത്പൂരിൻ്റെ റേക്ക് ഇങ്ങോട്ട് കയറ്റത്തുള്ളൂ. അവിടെ അപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ കണ്ണൂർ ബാംഗ്ലൂർ എക്സ്പ്രസിൻ്റെ റേക്കാണ്. അത് 5:05 ഇവിടെ നിന്ന് പോവും. അത് ടുവാർഡ്സ് മംഗലാപുരം ഭാഗത്തേക്ക്. നമ്മുടെ വണ്ടി പോകുന്ന 6:05 2 വണ്ടി 1 മണിക്കൂർ ഗ്യാപ്പിലാണ് ഇവിടെ നിന്ന് വിടുന്നത് കേട്ടോ ബാംഗ്ലൂരിലേക്ക്. കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റിയുടെ കൂടെ ട്രാൻസിറ്റ് ആയിട്ട് പോകുന്ന WDG4D ലോക്കോ ഉണ്ടോ, എറണാകുളത്തിനെയാണത്. അപ്പോൾ അത് ഷെഡിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ വണ്ടിയുടെ പുറകെ വിടുന്നത്. ഈ 2 വണ്ടിയും സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ വണ്ടിയാണ്. കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന 2 വണ്ടിയും, ഈ യശ്വന്ത്പൂർ പോകുന്ന വണ്ടിയും ബാംഗ്ലൂർ പോകുന്ന വണ്ടി, രണ്ടും സൗത്ത് വെസ്റ്റേണിൻ്റെ വണ്ടിയാണ്. ഇതിൽ ആദ്യം LHP ചെയ്ത് കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് ആണ്. ഈ ബാംഗ്ലൂർ എക്സ്പ്രസ് പിന്നെയാണ് LHP ചെയ്തത്. അത് ഈയിടെയാണ് LHP ചെയ്ത്. നമ്മൾ കണ്ണൂർ ബാംഗ്ലൂർ എക്സ്പ്രസ്സിൻ്റെ വീഡിയോ ഫുൾ ചെയ്തിട്ടുണ്ട്, end to end ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിൻ്റെ ലോക്കോ കൃഷ്ണരാജപുരം ഷെഡിൻ്റെ ഒരു WP7 ആണ്, 37804. ഈ വണ്ടിക്ക് എപ്പോഴും കൃഷ്ണരാജപുരത്തിൻ്റെ ലോക്കോ ആണ്. നമ്മൾ ഐലൻഡിന് വരുന്ന പോലെ തന്നെ ഇതിനും എപ്പോൾ നോക്കിയാലും എല്ലാ ദിവസവും ഈ KJM ഷെഡിൻ്റെ ലോക്കോ ആണ് വരുന്നത്. ഇടയ്ക്കൊക്കെ മറ്റേ ലിവറി അടിച്ചതിൽ ലോക്കോ ഒക്കെ വരും. മറ്റേ ഇന്ത്യൻ പതാകയുടെ ലിവറി അടിച്ചൊരു WP7 ഉണ്ട് ഈ ഷെഡിന്. അപ്പോൾ അത് ഇടയ്ക്ക് വരുന്നത് കാണാം. എന്നാലും മിക്കപ്പോഴും ഈ നോർമൽ P7 ആണ് വരുന്നത്. ഈ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിൻ്റെ റേറ്റ് ഷെയറിംഗ് ഉണ്ട്. ഇത് കണ്ടോ, യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ്, എന്നിട്ട് യശ്വന്ത്പൂർന്ന് ബീഡർ എക്സ്പ്രസ്, എന്നിട്ട് യശ്വന്ത്പൂർ ലത്തൂർ എക്സ്പ്രസ്. അപ്പോൾ ഈ ബീഡറും ലത്തൂരും പോകുന്ന വണ്ടിയായിട്ട് ഈ വണ്ടിക്ക് റേറ്റ് ഷെയറിംഗ് ഉണ്ട്. അതെങ്ങനെയാണ് പരിപാടി എന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയാം. നമ്മുടെ ഈ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിന് ശരിക്കും വേറെ 2 വണ്ടിയായിട്ട് റേറ്റ് ഷെയറിംഗ് ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ യശ്വന്ത്പൂർ ബീഡർ എക്സ്പ്രസ്സും യശ്വന്ത്പൂർ ലത്തൂർ എക്സ്പ്രസ്സും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് വന്ന ഈ യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് ആണല്ലോ കണ്ണൂർ യശ്വന്ത്പൂരായിട്ട് പോകുന്നത്. അപ്പോൾ ഈ യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ്സിന് വന്ന റേക്ക് ലത്തൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിന് വന്ന റേക്ക്, അതായത് ലത്തൂർന്ന് യശ്വന്ത്പൂർ വന്ന വണ്ടിയുടെ റേക്ക് എടുത്തിട്ടാണ് അവർ കണ്ണൂർക്ക് വരുന്നത്. കാരണം ഈ വണ്ടി 22-ാം തീയതി വിട്ട റേക്കാണ്, 22 വിട്ട റേക്കാണ്. 23-ാം തീയതി ഇവിടെ നിന്ന് പോകുന്നത്. ഞാൻ 23-ാം തീയതി ആണ് ഇവിടെ നിന്ന് കയറിയത്. അപ്പോൾ 22-ാം തീയതി യശ്വന്ത്പൂരിന് വിട്ട റേക്ക് ഇവിടെ എത്തിയിട്ട് 23-ാം തീയതി കണ്ണൂർ എത്തിയിട്ട് അവിടെ നിന്ന് തിരിച്ച് യശ്വന്ത്പൂർ പോകും. അപ്പോൾ 22-ാം തീയതി ലത്തൂരിന് വരുന്ന വണ്ടിയുടെ റേക്കാണ് ഇവർ മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് കണ്ണൂർക്ക് വിടുന്നത്. എന്നിട്ട് ഈ യശ്വന്ത്പൂർ എത്തുന്ന ഈ റേക്ക് എത്തുന്നത് സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ ആണെങ്കിൽ ഫ്രൈഡേ കയറിയിട്ട് സാറ്റർഡേ ഈ റേക്ക് യശ്വന്ത്പൂർ എത്തുകയാണെങ്കിൽ ആ റേക്ക് പിന്നെ പോകുന്നത് വീണ്ടും യശ്വന്ത്പൂർ ലത്തൂറിനാണ്. കാരണം യശ്വന്ത്പൂർ ലത്തൂർ ഉള്ളത് വെനസ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ദിവസങ്ങളിലാണ്. ഈ ലത്തൂർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുള്ളൊരു സ്ഥലമാണ്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. ഇപ്പോൾ ഈ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് മൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സൺഡേ ദിവസങ്ങളിലാണ് യശ്വന്ത്പൂർ എത്തുന്നതെങ്കിൽ ആ റേക്ക് അന്ന് മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് യശ്വന്ത്പൂർ ബീഡർ എക്സ്പ്രസ്സിന് പോകും. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് വെനസ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ദിവസങ്ങളിൽ യശ്വന്ത്പൂർ എത്തുവാണെങ്കിൽ അന്നത് യശ്വന്ത്പൂർ ലത്തൂർ എക്സ്പ്രസ്സിനോ. വല്ലതും മനസ്സിലായോ? ഞാനിത് കുറേ നോക്കി ചിട്ടപ്പെടുത്തി പറയുന്ന ആളോ കേട്ടോ. അത് കറക്റ്റ് റേറ്റ് ഷെയറിംഗ് പാറ്റേൺ ആണ് ഈ വണ്ടിയുടെ. ഞാനിതിൻ്റെ കറക്റ്റ് പാറ്റേൺ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഈ വണ്ടിയുടെ റേക്ക് എങ്ങനെയാണ് ഈ ലത്തൂരും ബീഡറും ഒക്കെ പോകുന്നതെന്ന്. അപ്പോൾ നമ്മളിതിൽ യാത്ര ചെയ്യുന്നത് ഷൊർണൂർ വരെ ഇതിൻ്റെ S6 കോച്ചിലാണ്, സ്ലീപ്പറിലാണ്. ഷൊർണൂറിന് പിന്നെ യശ്വന്ത്പൂർ വരെ ഇതിൻ്റെ AC 2 യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഷൊർണൂർ വരെ എൻ്റെ കോച്ച് S6 ആണ് കേട്ടോ. ഏകദേശം നടുക്കായിട്ട് വരും.
എന്നിട്ട് എ സി എൻ്റെ 2 കോച്ച് പുറകിലാണ്. അപ്പോൾ ഷൊർണൂർ നിന്നാണ് എ സിയിൽ കയറുന്നത്. ഫസ്റ്റ് ലുക്ക് എന്തായാലും കൊള്ളാം. നല്ല വൃത്തിയുള്ള കോച്ചുകളാണ് എല്ലാം. കണ്ടാൽ തന്നെ അറിയാം നല്ല ചുവന്ന് തുടുത്തിരിക്കുന്ന കോച്ചുകളാണ്. SWRന് വണ്ടിയില്ല, സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ വണ്ടിയാണ്ട് അത്യാവശ്യം നല്ല മെയിൻറ്റൈൻഡ് ആയിരിക്കും, നല്ല വൃത്തിയും കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനി അകത്ത് കയറുമ്പോൾ അറിയാൻ പറ്റുക. എന്തായാലും വണ്ടി ഒരു 5 മണി കഴിയുമ്പോഴേക്കും പ്ലാറ്റ്ഫോം നമ്പർ 3ലേക്ക് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്തായാലും അപ്പോൾ കാണാം. അതാ നമ്മുടെ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസിൻ്റെ റേക്ക് ഇതുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് ഇവർ കൊണ്ടുവന്നിരിക്കുകയാണ്. സാധാരണ 3-ലൊക്കെയാണ് വിടുന്നത്, പക്ഷേ ഇന്ന് 2-ലാണ് വിടുന്നത് കേട്ടോ. കാരണം ഇവിടെ 3-ൽ മറ്റേ വെരാവൽ എക്സ്പ്രസ് കിടപ്പുണ്ട്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഷൊർണൂർ വരെ താണ്ടി S6 കോച്ചിലാട്ടോ. നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയറിൻ്റെ കോച്ചാണല്ലോ. അപ്പോൾ S6-ലാണ് ഷൊർണൂർ വരെ സീറ്റ്. അതുകൊണ്ട് ഈ കാണുന്ന A2 കോച്ചിലാണ് എൻ്റെ സീറ്റ്, ഷൊർണൂരിൽ നിന്ന് യശ്വന്ത്പൂർ വരെ. അപ്പോൾ ഇവിടെ ഷൊർണൂരിൽ കയറാൻ പറ്റത്തുള്ളൂ. നല്ല കോച്ചാണ് കേട്ടോ. 2020 ഉണ്ടാക്കിയ അത്യാവശ്യം കൊള്ളാവുന്നൊരു കോച്ചാണ്. നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയറിന് 2024 ഉണ്ടാക്കിയൊരു കോച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ ലോക്കലോടൊപ്പം ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു തരാം. ഈ വണ്ടിക്ക് 8 സ്ലീപ്പർ, 5 തേർഡ് AC, 2 സെക്കൻഡ് AC, ഒരു ഫസ്റ്റ് AC കം സെക്കൻഡ് AC, പിന്നെ 3 ജനറൽ. അങ്ങനെയാണ് ഈ വണ്ടിയുടെ കോച്ചുകൾ വരുന്നത്. ഇതിന് ഫ്രണ്ടിൽ 2 ജനറലും ബാക്കിൽ 1 ജനറലും, അങ്ങനെയാണ് ഇതിന് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രൂ ഒക്കെ കയറി റെഡി ആവുന്നുണ്ട്. കൃഷ്ണരാജപുരം WP7 ലോക്കോ, ഞാൻ ഈ വീഡിയോയുടെ ആദ്യം കാണിച്ചായിരുന്നു. അപ്പോൾ ക്രൂ ഒക്കെ കയറി റെഡി ആവുന്നുണ്ട്. യശ്വന്ത്പൂർ കണ്ണൂർ, യശ്വന്ത്പൂർ ബീഡർ, യശ്വന്ത്പൂർ ലത്തൂർ, അങ്ങനെ 3 സ്ഥലത്തേക്ക് പോകുന്ന റേക്കാണിത്. 37804 എന്നാണ് കേട്ടോ നമ്മുടെ ലോക്കോയുടെ നമ്പർ. അപ്പോൾ ഈ ലോക്കോ അങ്ങ് യശ്വന്ത്പൂർ വരെയാണ് ഈ വണ്ടി നയിക്കുന്നത് കേട്ടോ. N20 ഒറ്റ ലോക്കോ ആണ്. ഈ വണ്ടി ഇലക്ട്രിക് ആവുന്നതിന് മുമ്പ് ഇതിന് N20 ഡീസൽ ലോക്കോ ആയിരുന്നു കേട്ടോ. കാരണം ആ ഹൊസൂർ വഴി വരുന്നതുകൊണ്ട് ആ സെക്ഷൻ ഇലക്ട്രിഫൈ ആവുന്നതിന് മുമ്പ് വരെ N20, അതായത് യശ്വന്ത്പൂരിൽ നിന്ന് കണ്ണൂർ വരെ ഇതിന് ഡീസൽ ലോക്കോ ആയിരുന്നു. WDP 4D വരാറുണ്ടായിരുന്നു ഇഷ്ടം പോലെ. നമ്മുടെ എറണാകുളം ഷെഡിൻ്റെ WDP 4D, പിന്നെ ആൽക്കോ, പണ്ടത്തെയൊക്കെ പിക്ക് കണ്ടിട്ടുണ്ട്. ഈ കൃഷ്ണരാജപുരത്തിൻ്റെ ആൽക്കോ വന്നിട്ടുണ്ട്, പിന്നെ എറണാകുളത്തിൻ്റെ ആൽക്കോ, അങ്ങനെ പല ഷെഡിൻ്റെ പഴയ ഡീസൽ ലോക്കോ ഒക്കെ വന്നിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ഇത് റൂട്ടൊക്കെ ഇലക്ട്രിഫൈ ആയപ്പോൾ പിന്നെ അവർ ഇലക്ട്രിക് ലോക്കോ വിടാൻ തുടങ്ങി. അപ്പോൾ നല്ല അടിപൊളി ഒരു ക്ലീൻ ലോക്കോ ആണ് നമ്മുടെ കണ്ണൂർ യശ്വന്ത്പൂരിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ലോക്കോ തന്നെയാണ് ഇതിന് തിരിച്ചു പോകുന്നത് കേട്ടോ. സെയിം ലോക്കോ തന്നെയാണ്. ഈ വണ്ടിയുടെ ജനറലൊക്കെ നല്ല തിരക്കുമായിരുന്നതാണ്. കണ്ണൂരിൽ തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ കയറിയിരിപ്പുണ്ട്. അപ്പോൾ കോഴിക്കോടൊക്കെ ആകുമ്പോൾ ഫുള്ളായിരിക്കും. അപ്പോൾ നമ്മൾ ഷൊർണൂർ വരെ പോകുന്ന ഇതിൻ്റെ S6-ൻ്റെ ഉൾവശം കാണിച്ചു തരാം. എൻ്റെ ബർത്ത് സൈഡ് ലോറാണ്, 15 കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ ബർത്ത്. കണ്ട് ഈ 15 ഇവിടെ ആയിട്ട് വരും. നല്ല വൃത്തിയുള്ള കോച്ചാണ്, നല്ല മെയിൻറ്റെയിൻ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോച്ചാണ്. താഴേക്കാണെങ്കിൽ വലിയ പൊടിയോ കാര്യങ്ങളൊന്നുമില്ല, നല്ല സീറ്റും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് ഭയങ്കര ചൂടാണ്, കാരണം വെയിലത്ത് കിടന്നതല്ലേ. നല്ല കോച്ചാണ്. 6:05-ലാണ് നമ്മുടെ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ 5:45-ആയി. 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് തിരുവനന്തപുരം നോർത്ത് യോഗനഗരി ഋഷികേശ് സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കയറാനുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, കുറേ ഗ്രൂപ്പൊക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിലുടനെ സൂപ്പർ ഫാസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റിയ വണ്ടികളിൽ ഒരെണ്ണമാണ് കേട്ടോ ഇത്. കാരണം അധികം സ്റ്റോപ്പുകളൊന്നുമില്ല. നമ്മുടെ പഴയ കൊച്ചുവേളി ഡെറാഡൂൺ എക്സ്പ്രസ് ഇല്ലേ, ആ വണ്ടി തന്നെയാണിത്. അത് സ്ഥലം മാറ്റി ഡെറാഡൂണിൽ നിന്ന് ഋഷികേശിലേക്ക് നീട്ടിയിട്ട് അത് കോട്ടയം റൂട്ടിൽ നിന്ന് ആലപ്പുഴ വഴി ഡൈവേർട്ടാക്കി വിട്ടു. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ തിരുവനന്തപുരം നോർത്ത് ഋഷികേശ് സൂപ്പർ ഫാസ്റ്റ്, പണ്ടത്തെ കൊച്ചുവേളി ഡെറാഡൂൺ സൂപ്പർ ഫാസ്റ്റ്. അങ്ങനെ നമ്മുടെ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് അങ്ങനെ കണ്ണൂർ സ്റ്റേഷനിൽ നിന്ന് കറക്റ്റ് 6:05 തന്നെ പുറപ്പെട്ടിരിക്കുകയാണ്. ഈ 2ാമത്തെ പ്ലാറ്റ്ഫോം ഒരു ലൂപ്പ് ട്രാക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് സ്വിച്ച് ചെയ്ത് വേണം മെയിൻ ലൈനിൽ കയറാൻ വേണ്ടിയിട്ട്. മെയിൻ ലൈനിൽ കയറിയപ്പോൾ നമ്മുടെ വണ്ടി പറപ്പിക്കും. നമ്മുടെ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിന് കണ്ണൂരിൽ നിന്ന് വിട്ടാൽ പിന്നെ തലശ്ശേരി, വടകര, കൊയിലാണ്ടി, കോഴിക്കോടിനിടയ്ക്ക് 3 സ്റ്റോപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് തലശ്ശേരിയാണ്.
നമ്മളിപ്പോൾ ധർമ്മടം കഴിഞ്ഞു. ധർമ്മടം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പരശുരാം എക്സ്പ്രസ് ആണ് ഇപ്പോൾ കണ്ടത്. നമ്മുടെ കണ്ണൂർ യശ്വന്ത്പൂറിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പായ തലശ്ശേരി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തലശ്ശേരി എത്തിയിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റോപ്പാണ് നമ്മുടെ കണ്ണൂർ യശ്വന്ത്പൂറിൻ്റെ തലശ്ശേരി. നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഇന്ന് വണ്ടി ശരിക്കും പറഞ്ഞാൽ ഫുള്ളാണ്. കൂടുതൽ ആൾക്കാരും കയറുന്നത് കോഴിക്കോട് നിന്നാണ് കേട്ടോ. കോഴിക്കോട്, തിരൂർ ആ ഭാഗത്തു നിന്നൊക്കെയാണ് കൂടുതൽ ആൾക്കാർ കയറുന്നത്. നമ്മുടെ വണ്ടിയുടെ സെക്കൻഡ് സ്റ്റോപ്പ് നമ്മൾ എത്തിയിരിക്കുകയാണ്. വടകര സ്റ്റേഷൻ കണ്ടോ. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് രാത്രി നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി നമ്മുടെ വടകര സ്റ്റേഷൻ. ഇതുണ്ട് പ്ലാറ്റ്ഫോമിൽ ലിഫ്റ്റിൻ്റെ ഇവിടെ സൈഡിൽ പെയിൻറ്റിങ് ഒക്കെ കണ്ടോ. നോക്കി നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഈയിടെ ഇത് മറ്റേ അമൃത ഭാരത് സ്കീമിൽ റിനോവേറ്റ് ചെയ്തെടുത്ത സ്റ്റേഷൻ കൂടാണ് വടകര കേട്ടോ. കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് അങ്ങനെ കോഴിക്കോട് എത്തുന്നതിന് മുമ്പുള്ള സ്റ്റോപ്പായ കൊയിലാണ്ടിയിൽ എടുത്തിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് ലേറ്റേ ഉള്ളൂ ഇപ്പോൾ വണ്ടി. ഈ പാലക്കാട് ഡിവിഷനിലെ വണ്ടികൾ ലേറ്റ് ആകുന്നത് കുറവാണ്. കാരണം വണ്ടികൾ അധികം ഇല്ല. അതുമല്ല 110 എല്ലാവർക്കും സ്പീഡ് ഇത് അടിച്ചു വിട്ട് പൊക്കോളും. പിന്നെ വണ്ടിയുടെ ഫ്രീക്വൻസി കുറവാണ്, അതാണ് മെയിൻ കാര്യം. പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്ന് തിരികെ ജംഗ്ഷനോ കാര്യങ്ങളൊന്നും ഇല്ല. നേരെ കിടക്കുന്ന റൂട്ടല്ലേ, ഇങ്ങനെ വളവോ തിരിവോ അങ്ങനൊന്നും ഇല്ലല്ലോ. ഇവിടെ കൊയിലാണ്ട് സ്റ്റേഷനെത്തിയപ്പോൾ ഇവിടെ കണ്ടോ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ റെയിൽവേ ട്രാക്കിൽ കാണുന്ന ഓരോ സൈൻ ബോർഡിൻ്റെയും സിഗ്നൽസിൻ്റെയൊക്കെ ഒരു സംഭവം വെച്ചേക്കുന്നുണ്ട്. അത് ഇവിടെ കൊണ്ട് വെച്ചേക്കുവാണ്. മറ്റേ റോഡിൽ കാണുന്നതിൻ്റെയും പിന്നെ ട്രാക്കിൽ കാണുന്ന സ്പീഡ് ലിമിറ്റിൻ്റെയും ഇൻഡിക്കേഷൻ മാർക്ക് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നുണ്ടോ. ഇപ്പോൾ സമയം 7:10 ആവുന്നു. നമ്മളൊരു 7:35 7:40 സമയത്ത് നമ്മൾ കോഴിക്കോട് കയറും. നമ്മുടെ വണ്ടി ഏലത്തൂരൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വളരെ പയ്യാണ് പോകുന്നത്. കാരണം ഇവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നതുകൊണ്ട് ഭയങ്കര പയ്യെ പോകുന്നത്. ഇപ്പോൾ രണ്ട് വെസ്റ്റ് ഹിൽ സ്കിപ്പ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഓൺ ടൈം വന്ന വണ്ടിയാണ്. ഇപ്പോൾ ശകലം ഡിലേ ആയി. കൊച്ചുവേളിയിൽ നിന്ന് ഇൻഡോർ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഈ പോകുന്നത് കേട്ടോ. അത് കോഴിക്കോട് നിന്ന് വിട്ട് പോവാ. നമ്മൾ കണ്ട് കോഴിക്കോട് എത്താറായി. നമ്മളങ്ങനെ 7:40 ആയപ്പോഴേക്കും കോഴിക്കോട് സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏതോ ഒരു മെമു കിടപ്പുണ്ട്. ഇവിടെ ആ മെമ്മുവിൽ വന്ന ആൾക്കാർ കണ്ട് ഇവിടെ ട്രാക്കിലൊക്കെ ഇറങ്ങി എങ്ങാണ്ട് പോകാനൊക്കെ പോകുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ കോഴിക്കോട് സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടി ഇരിപ്പുണ്ട്. നോക്കി ഈ വണ്ടിയിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും ഇവിടെ ഇറങ്ങും. കാരണം ജനറൽ എടുത്തിട്ട് കയറിയ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കോഴിക്കോട് ഒരു സെറ്റ് ആൾക്കാർ ഇറങ്ങിയപ്പോൾ കോഴിക്കോട് നിന്ന് വീണ്ടും അടുത്ത സെറ്റ് ആൾക്കാർ കയറി. ഇവരെല്ലാം ഇനി ബാംഗ്ലൂർ വരെ ഉണ്ടാവും. വണ്ടി ഇപ്പോൾ വീണ്ടും ഫുള്ളായിട്ടുണ്ട്. നമ്മുടെ യശ്വന്ത്പൂർ എക്സ്പ്രസ് കോഴിക്കോട് ഒരു 10 മിനിറ്റോളം ഇട്ടു കേട്ടോ. 10 മിനിറ്റോളം എടുത്തിട്ട് ഇപ്പോൾ 7:50 ആവാറായപ്പോഴാണ് എടുത്തത്. ഇനി ഇവിടെ നിന്നിട്ട് പിന്നെ പരപ്പനങ്ങാടി, തിരൂര്, കുറ്റിപ്പുറം അങ്ങനെ 3 സ്റ്റോപ്പാണ് ഷൊർണൂറിന് മുമ്പായിട്ടുള്ളത്. ഇതൊരു എക്സ്പ്രസ് കാറ്റഗറി വരുന്നൊരു വണ്ടിയാണ്. ഇത് സൂപ്പർ ഫാസ്റ്റ് അല്ല കേട്ടോ, എക്സ്പ്രസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം സ്റ്റോപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ ഓവർ സ്റ്റോപ്പ് ഒന്നുമല്ല,
വേണ്ടുന്ന സ്റ്റോപ്പുകളാണുള്ളത്. ഇതിന് ക്രൂസ് ചേഞ്ച് മിക്കവാറും ഷൊർണൂരായിരിക്കണം, അല്ലെങ്കിൽ പാലക്കാട്. ഷൊർണൂർ ആവാനാണ് ചാൻസ്. ഷൊർണൂരിൽ നിന്നാണെങ്കിൽ ഷൊർണൂർ കയറുന്നവർ മിക്കപ്പോഴും ഈറോഡ് വരെ വർക്ക് ചെയ്യും. അപ്പോൾ ഈറോഡ് വരെ ആയിരിക്കും അടുത്ത ക്രൂ ഉണ്ടാകുന്നത്. കോഴിക്കോട് സ്റ്റേഷനിൽ നിന്ന് ഈ ലൂപ്പ് ട്രാക്കിൽ നിന്ന് മെയിൻ ട്രാക്കിൽ കയറണമെങ്കിൽ ഭയങ്കര പാടാണ്. ഈ ഭയങ്കര സ്ലോ സ്പീഡാണ്. അപ്പോൾ ട്രെയിൻ വളരെ പയ്യാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് നാഗർകോവിൽ മംഗലാപുരം അമൃതഭാരത് എക്സ്പ്രസ് കാണാൻ പറ്റും. അതിൻ്റെ ഫസ്റ്റ് റണ്ണാണ്, ഇനാഗറിലാണ്. അപ്പോൾ അതിപ്പോൾ വണ്ടി തിരൂരെത്തിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. ഭയങ്കര സ്പീഡിലായിരിക്കും വണ്ടി പോകുന്നത്. എന്തായാലും വണ്ടി കിട്ടും. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റൺ കൂടാണ് ഇന്നത്. അത് ഇന്ന് ഇട്ടത് തിരുവനന്തപുരത്തു നിന്നാണ്, തിരുവനന്തപുരത്തു നിന്ന് മംഗലാപുരം വരെ. നമ്മുടെ നാഗർകോവിൽ മംഗലാപുരം അമൃതഭാരതാണ് ഇപ്പോൾ ആ വെടിച്ചിൽ പോലെ പോയത്. ഇത് സ്പീഡായിരുന്നു. ആ റേക്കൊക്കെ തിളങ്ങുന്നു, നല്ല തിളക്കം, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. നല്ല സ്കിപ്പായിരുന്നു. 2 വണ്ടി 110-ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്നാണ് അടിച്ചുവിട്ട് പോയത്. നമ്മുടെ യശ്വന്ത്പൂർ എക്സ്പ്രസ് ഇപ്പോൾ പരപ്പനങ്ങാടി സ്റ്റേഷനിൽ കയറുകയാണ്. നമ്മൾ ഇത്രയും നേരം വന്നതിൽ ലൂപ്പ് ട്രാക്കിൽ പ്ലാറ്റ്ഫോമുള്ള സ്റ്റേഷനിൽ പരപ്പനങ്ങാടി കേട്ടോ. നമ്മളിപ്പോൾ ലൂപ്പ് ട്രാക്കിലാണ് കയറിയത്. ഇത്രയും നേരമൊക്കെ മെയിൻ ട്രാക്കിലായിരുന്നു. കോഴിക്കോടൊക്കെ ഒഴിച്ച് നിർത്തിയത് കേട്ടോ. അപ്പോൾ ഇതാണ് പരപ്പനങ്ങാടി സ്റ്റേഷൻ. പുറത്തൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നോക്കി, ഇത് ഇതുപോലെ ഒരു അമൃതഭാരത് സ്കീമിൽ നല്ല അടിപൊളിയാക്കി എടുത്തൊരു സ്റ്റേഷനാണ് പരപ്പനങ്ങാടി. ഈ പാലക്കാട് ഡിവിഷനിലെ സ്റ്റേഷനൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. നല്ല മെയിൻറ്റൈൻഡ് സ്റ്റേഷൻസാണ് എല്ലാം. അടിപൊളി. പുറത്താണെങ്കിലും അകത്താണെങ്കിലും എല്ലാ സൗകര്യമുണ്ട്. നമുക്ക് ഇങ്ങോട്ട് ജസ്റ്റ് ട്രെയിനിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. നമ്മൾ തിരൂർ സ്റ്റേഷനിൽ എത്തുന്നത് 16 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ്. ശരിക്കും ഈ റൂട്ടിൽ ബാംഗ്ലൂർ പോകുന്ന വണ്ടി ആകെ കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റേ ആ മംഗലാപുരം യശ്വന്ത്പൂർ വീക്ക്ലി ഉണ്ട്. അതാണെങ്കിൽ തിങ്കളാഴ്ച എങ്ങോട്ടാണ്. വേറെ വണ്ടിയൊന്നുമില്ല, ആകെ ഒറ്റ വണ്ടിയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഉള്ളവർ എപ്പോഴും പറയുന്നത് ബാംഗ്ലൂർക്ക് വണ്ടി വേണം, ബാംഗ്ലൂർക്ക് വണ്ടി വേണം. പക്ഷേ ബൈ റോഡ് എളുപ്പത്തിൽ എത്താൻ പറ്റും. ബൈ ട്രെയിൻ പോകുമ്പോൾ അത്യാവശ്യം നല്ല സമയമെടുക്കും. പക്ഷേ ബൈ റോഡ് വേഗം എത്താൻ പറ്റും. അത് വേറെ അഡ്വാൻറ്റേജ് ഇവിടെ ഉള്ളവർക്ക്. കാരണം ട്രെയിനിന് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ബസ്സിന് പോകാൻ പറ്റും. ബസ് വേഗം എത്തും. ട്രെയിനാണെങ്കിൽ ചുറ്റിക്കറങ്ങിയല്ലേ പോകുന്നത്, മറ്റേ കോയമ്പത്തൂർ വഴി അങ്ങനെയല്ലേ പോകുന്നത്. ബസ്സാകുമ്പോൾ അത് വേണ്ട. ഇവിടെ മറ്റേ ആ മൈസൂർ പോകുന്ന ആ റൂട്ടുണ്ടല്ലോ, അതിൽ കൂടെ എങ്ങനെ പോകാൻ പറ്റും. നമ്മൾ ഷൊർണൂർ എത്തുന്നതിന് മുമ്പായിട്ട് ഉള്ള സ്റ്റോപ്പാണ് കുറ്റിപ്പുറം കേട്ടോ. കുറ്റിപ്പുറം ഒരു വളഞ്ഞുള്ളൊരു സ്റ്റേഷനാണ്. ഞങ്ങളുടെ അവിടെ വടക്കാഞ്ചേരി പോലെ തന്നെ ഒരു വളഞ്ഞ് ഫുള്ള് നല്ല വളമാണ് കേട്ടോ. അപ്പോൾ ഈ ട്രെയിൻ ഈ സ്റ്റേഷനിൽ കൂടെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ് നല്ല ശരി. കാരണം ഇങ്ങനെ വളഞ്ഞ് ട്രെയിൻ നല്ല സ്പീഡിലായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം എത്തി. നമ്മൾ ഷൊർണൂർ എത്തുന്ന മിക്കവാറും ബിഫോർ ടൈം ആയിരിക്കും. കാരണം ഷൊർണൂർ അത്യാവശ്യം ബഫർ ടൈം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഷൊർണൂർ 9 മണിയാണ് സമയം. ചിലപ്പോൾ അതിന് മുന്നേ എത്താം. ഔട്ടറിൽ പിടിച്ചാൽ 9 മണിക്കായിരിക്കും എത്തുന്നത്. നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിൽ എത്തുന്നത് ഒരു 5 മിനിറ്റ് ഡിലേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ വെരാവൽ തിരുവനന്തപുരം എക്സ്പ്രസ് ഇവിടെ വന്ന് തേപ്പടിച്ച് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് സ്ലീപ്പറിൽ സീറ്റ് ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ നേരെ പോകുന്നത് സെക്കൻഡ് AC-ലേക്കാണ്, A2. ഇവിടെ നിന്ന് ഒരു 3-4 കോച്ച് അപ്പുറമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ A2 കോച്ച് കേട്ടോ. ഇവിടെ എൻ്റെ ബർത്ത് സൈഡ് ലോവറാണ്, 29ആണ്. അപ്പോൾ ഇവിടെ വെള്ളം നിറയ്ക്കുന്നുണ്ട് വണ്ടിക്ക്. ഇവിടെ വെള്ളം പോകുന്നുണ്ടോ. ഇതാണ് നമ്മുടെ A2. ഇതിനാണ് നമ്മൾ യശ്വന്ത്പൂർ വരെ പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് AC കം സെക്കൻഡ് AC കോച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിനപ്പുറമാണ് എൻ്റെ A2 കോച്ചുള്ളത്. നമ്മുടെ കോച്ചിൻ്റെ അകമാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ പഴയ ഏതോ ഒരു കോച്ചാണ് കേട്ടോ. നല്ല പഴക്കമുണ്ട്. കോച്ച് നല്ലതാണ്, പക്ഷേ എന്തോ ഒരു വശപ്പശ ഭയങ്കര പഴയതായിട്ട് ഫീൽ ചെയ്യുന്നു. കയറിയപ്പോൾ തൊട്ട് ഫുള്ള് പഴയ ടൈപ്പ് എന്നൊന്നും അറിയത്തില്ല. നമ്മുടെ കോച്ച് സെക്കൻഡ് AC ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ വാഷ്റൂം
ഇവർ അടച്ചിട്ടേക്കും. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വല്ലതും ബയോ ടോയ്ലറ്റ് വല്ലതും പൊട്ടി വല്ലതും ചീത്തയായിട്ടേ ഈ നിറഞ്ഞിട്ട് വല്ലതും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അതാണ് ഈ ലോക്ക് ഇട്ടേക്കുന്നത്. ഇപ്പുറത്തെ വാഷ്റൂം ഇന്ത്യനാണ്. അതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അവസ്ഥ വലിയ കുഴപ്പമില്ല, എന്നാലും ഓക്കെ എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കിട്ടിയ കോച്ച് വലിയ സുഖമൊന്നുമില്ല. ഇത് എവിടെ മോഡേൺ കോച്ച് ഫാക്ടറി റായ്ബറിയിൽ അവിടെ ഉണ്ടാക്കിയാണ്. പക്ഷേ ഇത് ഭയങ്കര പൂർ മെയിൻറ്റൈൻഡ് ഒരു AC കോച്ച് എനിക്ക് കിട്ടിയത്. ഒട്ടും മെയിൻറ്റൈൻ ഉണ്ടല്ലോ, ഇതുകൊണ്ട് ഫുള്ള് ഇളകി പറഞ്ഞ് എന്തൊക്കെയോ പോലെ ഇരിക്കുന്നു എല്ലാം. ഒരു എന്താ പറയുക, എന്തോ ഒരു വശപ്പശക്കെന്ന് പറയത്തില്ല, അത് തന്നെ. എനിക്ക് ഷൊർണൂരിൽ നിന്ന് യശ്വന്ത്പൂർ വരെ പോകാൻ വേണ്ടി ഇതിൻ്റെ സെക്കൻഡ് AC കയറി 1440 രൂപയാണ്. അത് കണ്ണൂരിൽ നിന്ന് ബുക്ക് ചെയ്തുകൊണ്ടാണ്. കണ്ണൂരിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് ഷൊർണൂർ ബോർഡിങ് കൊടുത്തത്. കാരണം ഷൊർണൂർ നമ്മൾ നോക്കുമ്പോൾ വെയിറ്റ് ലിസ്റ്റ് കാണിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസം കൊല്ലം മെയിൽ ചെയ്ത പോലെ തന്നെ. എന്നിട്ട് കണ്ണൂരിൽ നിന്ന് ഷൊർണൂർ വരെ സ്ലീപ്പർ എടുത്തു, അതിന് 150 രൂപ. എന്തായാലും വണ്ടി കയറിയപ്പോൾ തൊട്ട് എല്ലാവരും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഭയങ്കര ഉറക്കം മൂടാണ്. രാവിലെ ഞാൻ എത്തിയിട്ട് എന്തെങ്കിലും കോച്ച് കാണിക്കാം. കാരണം നമ്മൾ ഈ രാത്രി സെക്കൻഡ് AC കയറി വരുമ്പോൾ എല്ലാവരും ഭയങ്കര ഉറക്കമൊക്കെ ആയിരിക്കും. സ്ലീപ്പർ അങ്ങനെ ആയിരിക്കും. സ്ലീപ്പർ എല്ലാവരും പയ്യെ ഉറങ്ങത്തുള്ളൂ. കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് അങ്ങനെ പാലക്കാട് നിന്ന് വിട്ടുകൊണ്ട് ഇപ്പോൾ കോയമ്പത്തൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും പക്ക ഓൺ ടൈം എത്തുന്നത്. നമ്മുടെ മുന്നിലോ ബാക്കിലോ വണ്ടികളൊന്നുമില്ല. വണ്ടികളൊക്കെ ഉണ്ട്, പക്ഷെ നല്ല ഗ്യാപ്പിനാണ്. അതുകൊണ്ട് ഇതൊക്കെ ഫ്രീ ആയിട്ട് പൊക്കോളും. പുറകിൽ നമ്മുടെ ട്രിവാൻഡ്രം മെയിലുണ്ട്. ഞാൻ ട്രിവാൻഡ്രം മെയിൽ എന്ന് പോകാനത്ത് പറഞ്ഞതാണ്. ട്രിവാൻഡ്രം മെയിൽ ഈ വണ്ടിയുടെ പുറകിലേ പോകത്തുള്ളൂ, അതുകൊണ്ട് സീനില്ല. ട്രിവാൻഡ്രം മെയിൽ എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം ചെന്നൈ മെയിൽ. ഇതിന് ഓവർടേക്ക് ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. നമ്മളിപ്പോൾ ലൂപ്പ് ട്രാക്കിലാണ് കയറ്റിയത്. സാധാരണ ഇപ്പുറത്തെ ഈ പ്ലാറ്റ്ഫോമിൽ, അതായത് മെയിൻ ട്രാക്കിലാണ് കയറ്റുന്നത്. ഇനി മെയിൻ ട്രാക്കിൽ വല്ല വണ്ടി കിടപ്പുണ്ടോയെന്ന് അറിയത്തില്ല. നമ്മളെ ലൂപ്പ് ട്രാക്കിലാണ് ഇപ്പോൾ കയറ്റിയത്. ഇനി പുറകിൽ വല്ലതും വരുന്ന വണ്ടി വല്ലതും കയറി പോകുമെന്ന് അറിയത്തില്ല. നമ്മളങ്ങനെ 10 മണിയായപ്പോൾ പാലക്കാടെത്തി. ഇന്ന് ഈ ഭാഗത്തോട്ട് വരുന്ന വണ്ടികളൊക്കെ കുറച്ച് ലേറ്റാണ്. ട്രിവാൻഡ്രം ചെന്നൈ മേലൊക്കെ 1.5 മണിക്കൂർ ലേറ്റാണ് ഇപ്പോൾ നോക്കിയപ്പോൾ. എന്താണെന്ന് അറിയത്തില്ല, കുറേ വണ്ടികൾ ലേറ്റാണ്. ജയന്തിയൊക്കെ 2-2.5 മണിക്കൂറൊക്കെ ലേറ്റാണ്. എന്തുവാണെന്ന് ആർക്കറിയാം. പാലക്കാട് നമ്മൾ 8 മിനിറ്റ് ഇരുട്ടാണ്ട് ഇപ്പോൾ 10 മണി 8 മിനിറ്റ് ആയപ്പോൾ നമ്മൾ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. കോയമ്പത്തൂർ ലക്ഷ്യമാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഈ വണ്ടി പോകുന്നത് നമ്മുടെ ധർമ്മപുരി വഴിയാണ്. അതായത് ധർമ്മപുരി ഹൊസൂർ വഴിയാണിത് ബാംഗ്ലൂർ പോകുന്നത്. നമ്മുടെ എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി പോകുന്ന അതേ റൂട്ട്. ഗാർഡ് സെക്ഷനാണ്, അപ്പോൾ അതുകൊണ്ട് നല്ല ടൈം എടുക്കും. അപ്പോൾ ഇത് രാവിലെ ഒരു 7-7:45 ആകുമ്പം യശ്വന്ത്പൂർ എത്തുമെന്നാണ് തോന്നുന്നത്. കേരളത്തിൽ ഇനി ധർമ്മപുരി ഹൊസൂർ വഴി ബാംഗ്ലൂർ പോകുന്ന 3 വണ്ടികളുണ്ട്. ഒരെണ്ണം നമ്മുടെ എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി, പിന്നെ നമ്മുടെ കൊച്ചുവേളി യശ്വന്ത്പൂർ ഗരീബ് രഥ്, പിന്നെ ഈ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്. അപ്പോൾ ഇത് 3ഉം ഈ ഒരു ഗാർഡ് സെക്ഷൻ വഴിയാണ് പോകുന്നത്. പണ്ട് വല്ല രാജധാനിക്കോ ദുരന്തോയ്ക്കോ ഒക്കെ ആയതുകൊണ്ട് ഓടിയ കോച്ചാണ് കേട്ടോ. മറ്റേ ഫുഡ് ചൂടാക്കുന്ന സാധനമൊക്കെ ഉണ്ട് ഇവിടെ. ഇത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ വണ്ടിയാണല്ലോ. ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തത് യശ്വന്ത്പൂരാണ്. അപ്പോൾ അവരുടെയാണ് ഈ വണ്ടി. സാധാരണ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ വണ്ടിയൊക്കെ അത്യാവശ്യം കൊള്ളാമെന്നാണ്. പക്ഷേ ഇത് ഇന്ന് നമുക്ക് കിട്ടിയത് കോച്ച് മോശമാണ്, അതാണ് കാര്യം. ഈ കോച്ചിൻ്റെ മെയിൻ്റനൻസ് ഭയങ്കര ശോകമാണ് തെളിയിക്കുന്ന 2-3 കാര്യം കാണിച്ചു തരാം. ഒന്ന്, ഇതാണ്ട് ഇവിടെ ഈ ഡോറിൻ്റെ അടുത്ത് ഇവിടെ ഇവരുടെ എന്തോ വെള്ളത്തിൻ്റെ എന്തോ മോട്ടറിൻ്റെ സംഭവം. ഇത് കണ്ടോ, ഫുൾ ഇളകി പറഞ്ഞതെല്ലാം പുറത്തോട്ട് കാണാം. എന്തോ സ്പോഞ്ചൊക്കെ വെച്ച് അടച്ചേക്കോ പരിപാടി എന്തൊക്കെയാണ് കണ്ടോ, ഫുള്ള് പുറത്ത് കാണാം. ഇനി അകത്ത് വേറെ സംഭവമാണ്, കാണിച്ചു തരാവേ. പിന്നെ ഇവിടെ കിടക്കുന്ന അവിടെ ഇത് കണ്ടോ നിങ്ങൾ, ഇത് നമ്മുടെ കൈയെ കൊണ്ട് മുറിയത്തില്ല. ഈ സാധനം കണ്ടോ, ഇവിടെ മറ്റേ പ്ലൈവുഡൊക്കെ കൊണ്ട് എന്തോ അടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഓട്ടയുണ്ട്, അപ്പുറത്തെ ബർത്തിൻ്റെ അങ്ങോട്ടേക്ക് ഇവിടെ തുളയിട്ട് കയറ്റുകയും ചെയ്യാൻ നോക്കി. എന്തോ പരിപാടിയൊക്കെയാണ് എന്തോ. അപ്പോൾ ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ രാവിലെ 6:30 ആവുന്നു. നമ്മൾ ബാംഗ്ലൂരിന് തൊട്ട് മുമ്പുള്ള കർമ്മേലരം എന്നൊരു സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഇവിടെ 3/4 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഈ സാധനം എത്തുന്നത് കേട്ടോ. രാത്രിയിലെങ്ങാണ്ടൊക്കെ പിടിച്ചിട്ടിട്ടേ വണ്ടി ലേറ്റ് ആയിപ്പോയി. ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ ലേറ്റാണ്. പുറത്ത് വലിയ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ അകത്ത് ഭയങ്കര തണുപ്പ്. ഒരു രക്ഷയില്ല, ഭയങ്കര തണുപ്പ് അകത്ത്. എനിക്ക് തോന്നുന്നു ഈ വണ്ടിയിൽ ആൾക്കാരൊക്കെ എല്ലാവരും ഇവിടെ ഇറങ്ങിയെന്ന് തോന്നുന്നു. ഹൊസൂരായപ്പോൾ കുറേ പേര് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ കർമ്മയിലായപ്പോൾ വീണ്ടും ആൾക്കാർ ഇറങ്ങി. യശ്വന്ത്പൂർ വരെ പോകുന്ന ആൾക്കാർ കുറവാണെന്ന് തോന്നുന്നു കേട്ടോ.
നമ്മളിപ്പോൾ ബലന്തൂർ റോഡിൽ നിന്നൊരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഹൊസൂർ കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് ഡബിൾ ലൈനിൻ്റെ വർക്കൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. ഈ റൂട്ട് ഫുള്ള് അങ്ങോട്ട് ധർമ്മപുരി അങ്ങോട്ടൊക്കെ സിംഗിൾ ലൈനാണ്. ഗാർഡ് സെക്ഷനാണ് ഡബിൾ ലൈനിൻ്റെ വർക്കൊക്കെ നടക്കാൻ വേണ്ടി നല്ല ടൈം എടുക്കും. പക്ഷേ ഈ ബലന്തൂർ റോഡ് സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ ഡബിൾ ലൈന് പണിയൊന്നും ആയിട്ടില്ല കേട്ടോ. ഇവിടെ ഈ ട്രാക്ക് വെക്കാനുള്ള സ്ഥലം വെച്ചിട്ടുണ്ട്, പക്ഷേ ട്രാക്കൊന്നും വെച്ചിട്ടൊന്നുമില്ല. ബാക്കി അവിടം വരെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ അവസാനത്തെ സ്റ്റോപ്പായ ബാനസ്വാടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്ത് കണ്ട് ഒരു മെമു വരുന്നുണ്ട്. ഇത് യശ്വന്ത്പൂരിൽ നിന്ന് ഹൊസൂർ പോകുന്നൊരു മെമു ആണേ. ഇപ്പോൾ ഇവിടെ ക്രോസിംഗ് ഉണ്ട്, സിംഗിൾ ലൈൻ അല്ലേ ഈ ഭാഗമൊക്കെ. അപ്പോൾ ക്രോസിംഗ് എൻ്റെ പോകത്തിലുണ്ട്. വണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ നോക്കി കുറേ പ്രാവുകൾ ഇങ്ങനെ പറക്കുന്നുണ്ട്. നോക്ക്, അവിടെ പ്രാവിന് ആരേണ്ട തീറ്റ കൊടുക്കുന്നുണ്ട്. അതാണ് അത് ഇങ്ങനെ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നത്. നോക്കി എന്ത് രസം, നോക്കി അടിപൊളിയല്ലേ. ഈ വണ്ടി വരുന്ന റൂട്ട് ഒരു വശപ്പശക്ക് റൂട്ടാണ് കേട്ടോ. ഈ എപ്പോൾ നോക്കിയാലും ലേറ്റ് ആവുന്നൊരു സെക്ഷൻ കൂടാണ്. മീൻസ് ലേറ്റ് ആവുന്നത് മാത്രമല്ല, സ്പീഡ് കുറവാണ്. അതാണ് മെയിൻ. അവിടെ ഇവിടെയൊക്കെ ആ വണ്ടി എടുത്ത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പിടിച്ചിടുന്നത് മൊത്തത്തിൽ സിംഗിൾ ലൈൻ കൂടെ അല്ലേ. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. ആ ഡബിൾ ലൈൻ ആക്കിയാൽ കുറച്ചുകൂടെ ഒന്നൊരു സമാധാനം കാണും. നമ്മുടെ ആ ഇൻ്റർസിറ്റിയൊക്കെ മെയിനായിട്ട് ഈ എക്സ്പ്രസ് ആവാൻ കാര്യം ഈ റൂട്ട് തന്നെയാണ്. കാരണം അത് ഇങ്ങോട്ട് വരുന്ന വഴി കുറേ തേപ്പൊക്കെ കിട്ടി ഇവിടെ വരുന്ന ലേറ്റ് ആവുന്നതുകൊണ്ട് ആവറേജ് സ്പീഡ് കുറയുന്നതുകൊണ്ടാണ് അത് എക്സ്പ്രസ് ആക്കിയത്. ഈ യശ്വന്ത്പൂരിൽ നിന്ന് ഹൊസൂർ പോകുന്ന ഒരു മെമു ട്രെയിനാണ് കേട്ടോ. അതാണ് ഈ പാസ് ചെയ്ത് പോകുന്നത്. ഇവിടെ ഇവർ പ്രാവിന് തീറ്റ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കി എന്തോരം പ്രാവാന്നുണ്ടോ, അടിപൊളിയല്ലേ. ഹെബ്ബാൾ സ്റ്റേഷനിൽ ക്രോസിംഗ് ഇട്ടിട്ട് ഇവിടെ ഒരു വണ്ടി കയറി പോകുന്നുണ്ടോ. ഇത് നമ്മുടെ കണ്ണൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് തന്നെയാണ്. അപ്പോൾ അത് ഡീസലിനൊക്കെ വെച്ച് പോവാണ്. അത് ബാംഗ്ലൂർ അല്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് ടെർമിനേറ്റ് ചെയ്യുന്നത് അത് SMVT ബാംഗ്ലൂരിലേക്കാണ്. കാരണം ബാംഗ്ലൂരിൽ എന്തോ വർക്ക് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം SMVT വരെ പോകുന്നുണ്ട് വണ്ടി. അപ്പോൾ അതാണ് ഈ SMVTക്കാണ് ഈ പോകുന്നത്. SMVTക്ക് പോകുന്ന ഈ ലൈനിൽ കൂടെ അല്ലേ. അപ്പോൾ യശ്വന്ത്പൂർ വന്നിട്ട് ലോക്കോ റിവേഴ്സിലായിട്ടാണ് ഇത് SMVT പോണേ. KSR ബാംഗ്ലൂർ സ്റ്റേഷനിൽ എന്തോ വർക്ക് കിടക്കുന്നതെന്ന് പറഞ്ഞ് ഇതേപോലെ കുറച്ച് വണ്ടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് ഷോർട്ട് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് നമ്മുടെ ബംഗളൂരു എറണാകുളം ഇൻ്റർസിറ്റി. അതിപ്പോൾ ബംഗളൂരു കണ്ടോൺമെൻറ്റിൽ നടക്കുന്നത്. നേരത്തെ SMVT എന്നായിരുന്നു. പിന്നെ ഇത് ഇപ്പം SMVT ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. അതെനിക്കൊന്ന് മാർച്ച് വരേണ്ടെന്ന് തോന്നി ഈ ഒരു സംഭവം. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവർ ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി തുടങ്ങൂലേ. ഇനി ഇപ്പോഴുള്ള പരിപാടി, കഴിഞ്ഞ വർഷം പകുതി മുതൽ തുടങ്ങിയ പരിപാടി. ആ ഇൻ്റർസിറ്റിയൊക്കെ KSR ബംഗളൂരു കണ്ടിട്ട് കാലങ്ങളായെന്ന് തോന്നുന്നു. ഈ വണ്ടി
യശ്വന്ത്പൂരിന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനാണ് ഈ ലൊട്ടേക്കോലെ കള്ളിയിട്ട്. ഇവിടുന്ന് സ്റ്റോപ്പൊന്നുമില്ല, പക്ഷെ ഇതിങ്ങനെ ഓരോ ലൂപ്പൊക്കെ കയറി ഇറങ്ങിയൊക്കെയാണ് നമ്മുടെ വണ്ടി പോകുന്നത്. അതുകൊണ്ട് പയ്യെ പോകുന്നത്. പൂനെയുടെ 2 WDG4 വെച്ചിട്ട് രണ്ട് ഇവിടെ ഒരു BTP ഗുഡ്സ് കിടക്കുന്നുണ്ട്. പെട്രോൾ കൊണ്ട് വന്നൊരു ഗുഡ്സാണ് കേട്ടോ. അതിവിടെ പിടിച്ചിട്ടേക്കുക. നമ്മളിപ്പോൾ തുംകൂർ ബാംഗ്ലൂർ ലൈനിലേക്ക് കയറാൻ പോവാണ്. ബാംഗ്ലൂർ ലൈനിൽ കയറിയിട്ടാണ് യശ്വന്ത്പൂർ സ്റ്റേഷനിലേക്ക് കയറുന്നത്. അപ്പോൾ ഈ വണ്ടി മിക്കവാറും വന്നത് മറ്റേ തുംകൂർ ലൈനിൽ നിന്നായിരിക്കും. കാരണം തുംകൂർ ലൈനിൽ നിന്ന് വരുന്ന ആ ഒരു ലൈനാണ് തന്നെ കാണുന്നത് കേട്ടോ. നമ്മൾ വേണ്ടി ഇപ്പോൾ ആ ലൈനിൽ കയറിയിട്ട് ആ ലൈൻ വന്ന് ജോയിൻ ചെയ്യുന്ന യശ്വന്ത്പൂർ മാർഷലിംഗ് യാർഡിൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മേർജ് ചെയ്താണ് സ്റ്റേഷനിലേക്ക് കയറുന്നത്. ഈ ഗുഡ്സ് ബാംഗ്ലൂർ കയറാതെ മിക്കവാറും മറ്റേ ധർമ്മപുരിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ബൈപ്പാസ് അടിച്ച് പോകുന്നത്. അപ്പോൾ അത് ഈ തുംകൂർ ലൈനിൽ ഇപ്പോൾ കയറി വണ്ടി ഇവിടെ വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്രോസ് ആയിട്ട് അതിന് സിഗ്നൽ കൊടുക്കും. നമ്മുടെ വണ്ടി ഇപ്പോൾ തുംകൂർ ബാംഗ്ലൂർ ലൈനിൻ്റെ അവിടെ ആ ജോയിൻ ചെയ്യുന്ന അവിടെ കൊണ്ട് പിടിച്ചിട്ടേക്കും. ഇതുകൊണ്ട് എന്തോ വളവാന്ന് നോക്കി മിക്കവാറും ഏതെങ്കിലും വണ്ടി ക്രോസ് ചെയ്ത് പോകാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ പിടിച്ചിട്ടത്. ആ വണ്ടി ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് നമ്മളെ കയറ്റും. ഇങ്ങനെ ഫൈനലി 7:45 നമുക്ക് സിഗ്നൽ കിട്ടിയത്. 7:50 യശ്വന്ത്പൂർ കയറേണ്ടത്. അപ്പോൾ സിഗ്നൽ കിട്ടി. ഇനിയിപ്പം ആ തുംകൂർ ബാംഗ്ലൂർ എഴുതി കയറിയിട്ട് നമ്മൾ യശ്വന്ത്പൂർ ഭാഗത്തേക്ക് പോകും. ഇവിടെ നമ്മളോടൊപ്പം തന്നെ വേറൊരു വണ്ടി ഇവിടെ കിടപ്പുണ്ടാണ്. ഇത് കണ്ടു, ഇത് മറ്റേ സിന്ധനൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് ആണ്. നമ്മളന്ന് സിന്ധനൂർ പോയില്ല, ഡീസൽ സെക്ഷൻ അവിടെ നിന്ന് വരുന്ന വണ്ടിയാണ് കേട്ടോ. ഇതിന് ഞാൻ കണ്ടായിരുന്നു ഇതിൻ്റെ ഒരു WDP 4D ട്വിൻ ലോക്കുമായിരുന്നു. കാണിച്ചു തരാവേ, അങ്ങ് ഫ്രണ്ടിലുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പം അതിനെ വേണേൽ ഒരു ഓവർടേക്ക് എന്നാണ് പറയാം. ഓവർടേക്ക് അടിച്ച് പോവാണ്. നമ്മളായിരിക്കും ആദ്യം കയറുന്നത്, ഇത് പിന്നെ കയറത്തുള്ളൂ. അന്ന് നമ്മൾ സിന്ധനൂർ പോയപ്പോഴും ഈ വണ്ടിക്ക് WDP 4D ട്വിൻസ് ആയിരുന്നു കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു സ്ഥിരം ഈ വണ്ടിക്ക് അത് തന്നെയാണെന്ന് തോന്നുന്നു. എന്തോ അല്ലേ WDP 4D ട്വിൻസ്, എന്തോ പവർ ആയിരിക്കും അല്ലേ. നമ്മളന്ന് പോയപ്പോൾ എന്തോ ആയിരുന്നു, കിടിലായിരുന്നു ഈ വണ്ടി. 2 4D ഓണാണ് കേട്ടോ. അപ്പോൾ ഈ യശ്വന്ത്പൂർ യാർഡിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഈ ഒരു ലൈൻ വന്ന് ജോയിൻ ചെയ്യുന്നത്. നമ്മൾ കണ്ടിപ്പോൾ യശ്വന്ത്പൂർ സ്റ്റേഷനിലേക്ക് കയറും. ഇവിടെ ഈ ആടിലൊക്കെ പണ്ട് പണിയെടുത്തോണ്ടിരുന്ന ഇതേപോലെ ആൽക്കോ ലോക്കോസ് ആയിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം അതിന് വരുന്നതായിട്ട് ഇതേപോലെ WDP 4D WDP 4 ലോക്കോസ് ഒക്കെയാണോ നോക്കി. ഇതുണ്ടോ ഇവിടെ ബ്ലീഡ് ബ്ലൂ ലിവറിയിലുള്ളൊരു WDP 4 ആണ് കേട്ടോ. ഇവിടെ എല്ലാം അത് തന്നെയാണ് നോക്ക്. എല്ലാം ഷണ്ടിങ് ചെയ്യുന്ന ഈ WDP 4D നോക്ക്, ഫുള്ളതാണ്. ഇപ്പം ഈ സാധനത്തിന് പണിയൊന്നുമില്ലല്ലോ. ഇപ്പം എല്ലാം WDP 7 അല്ലേ പോകുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഇപ്പം ഷണ്ടിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്.
യശ്വന്ത്പൂർ എക്സ്പ്രസ്സിൽ നമ്മളങ്ങനെ എൻഡ് യാത്ര ചെയ്ത് ഇവിടെ വന്നിരിക്കുകയാണ്. യശ്വന്ത്പൂര് നമ്മൾ എത്തുന്നത് 7:54 7:50 എൻ്റെ സമയം. ജസ്റ്റ് ഒരു 4 മിനിറ്റ് ഡിലേ മാത്രമേ ഉള്ളൂ. ഈ ബാംഗ്ലൂർ സ്റ്റേഷനിലെ പോലെ യശ്വന്ത്പൂരൊന്നും വലിയ തിരക്കൊന്നുമില്ല. മീൻസ് ഈ ബാംഗ്ലൂർ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നിന്ന് അധികം വണ്ടികൾ ഓപ്പറേറ്റ് ചെയ്യാത്തതുകൊണ്ട് അത്ര വലിയ തിരക്ക് നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഇവിടെ വരുമ്പോൾ. പക്ഷെ വൈകിട്ടൊക്കെ നല്ല ഐഡിയ കേട്ടോ. ഈ വണ്ടി ഇനി ഇവർ യാർഡിൽ കൊണ്ടുപോകും. യാർഡിൽ കൊണ്ടുപോയിട്ട് ഇനി മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി വൈകിട്ട് ഇത് ലത്തൂരായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ ഇവിടെ നിന്ന് നാട്ടിൽ പോകുന്ന ഐലൻഡിനാണ്. അത് എപ്പോഴും നമ്മൾ എടുക്കുന്നതുകൊണ്ട് ഇനി എടുക്കുന്നില്ല. നമ്മൾ കുറേ എടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഫസ്റ്റ് അമൃത് ഭാരത് സർവീസായ മംഗലാപുരം നാഗർകോവിൽ അമൃത് ഭാരതിൻ്റെ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ റണ്ണിന് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. മംഗലാപുരത്ത് നിന്ന് എറണാകുളം വരെ. മംഗലാപുരത്ത് വരെ ആ വണ്ടി അടിപൊളിയാണ് കേട്ടോ. നല്ല പെട്ടെന്ന് എത്തും. ഈ വണ്ടി വെനസ്ഡേ ആണല്ലോ. വെനസ്ഡേ ആ വണ്ടി മംഗലാപുരത്ത് നിന്ന് എറണാകുളം വരെ പോകുന്ന വണ്ടികളിൽ ഫാസ്റ്റസ്റ്റ് വണ്ടിയാണ്. അപ്പോൾ അതിൽ മംഗലാപുരത്ത് നിന്ന് എറണാകുളം വരെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അടുത്ത് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത ദിവസം കാണാം നമ്മുടെ അമൃത് ഭാരത് വീഡിയോ ആയിട്ട്. ബൈ.